പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫേസ് എസൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കൊറിയക്കാരുടെ സ്കിൻ കെയർ റൊട്ടീനിൽ അവർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഫേസ് എസൻസ്. എന്താണ് എസൻസ്? എസൻസും ടോണറും സെറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുപോലെ ഈ എസൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് സ്കിന്നിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് എസൻസ് ഉപയോഗിക്കേണ്ടത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സൽമ, ബാംഗ്ലൂരിൽ നിന്നാണ്. ബ്യൂട്ടീഷ്യനാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വീഡിയോ ഉണ്ടായിരിക്കും. ഏറ്റവും നല്ല വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായി. എന്താണ് എസൻസ്? സ്കിന്നിനെ സംരക്ഷിക്കാനും അതുപോലെ സ്കിന്നിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സ്കിന്നിൻ്റെ ഈർപ്പം, ജലാംശം നിലനിർത്താനും വാട്ടർ ബേസ് ആയിട്ടുള്ള ധാരാളം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റാണ് എസൻസ്. അതാണ് അതിൻ്റെ മറുപടി. ഇത് കണ്ടുപിടിച്ചത് കൊറിയക്കാരാണ് 1897. ശ്രദ്ധിക്കണം, 1897 കൊറിയക്കാർ കണ്ടുപിടിച്ചതാണ് എസൻസ്. ഇപ്പോൾ അത് ലോകത്തുള്ള പല കമ്പനികളും പല തരത്തിലും എസൻസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എസൻസ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? അതായത് നമ്മൾ സ്കിൻ കെയറിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സെറം ഉപയോഗിക്കും, അതുപോലെ മോയ്സ്ചറൈസർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കിന്നിൽ ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാൻ എസൻസ് സഹായിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സ്കിൻ കെയർ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്കിന്ന് ശരിയായ രീതിയിൽ വലിച്ചെടുത്തെങ്കിൽ മാത്രമാണ് നമ്മൾ എന്തിനാണോ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചത് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അത് അല്ലാതെ അത് സ്കിന്ന് ആഗിരണം ചെയ്യാതെ പുറമേ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനാണോ അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചത് അതിനൊരു ഫലം ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മറ്റു ഉൽപ്പന്നങ്ങൾ സ്കിന്ന് ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാൻ എന്ത് സഹായിക്കും? എസൻസ് സഹായിക്കും. മനസ്സിലായില്ലേ? ഇത് വ്യക്തമായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ പറഞ്ഞു തരുന്നത്. അതാണ് ഒരു ഗുണമുള്ളത്. പിന്നെ പുതിയ സെൽസ് ഉണ്ടാവാൻ സഹായിക്കും. നമ്മൾ ഇപ്പോൾ സ്കിൻ എന്തെങ്കിലും ഡാമേജ് ആവാതിരിക്കാനും അല്ലെങ്കിൽ ആയാൽ അത് നന്നാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടാവുക, സ്കിൻ കെയർ ഒക്കെ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഡാമേജ് ആയ സെൽസൊക്കെ പോയിട്ട് പുതിയ സെൽസ് വന്നാലാണ്, പുതിയ കോശങ്ങൾ വരുമ്പോഴാണ് സ്കിന്നിൻ്റെ ആരോഗ്യം തിരിച്ചു വരുന്നത്. അങ്ങനെ ആ പുതിയ സെൽസ് വരാൻ എന്ത് സഹായകവും? എസൻസ് സഹായിക്കും. അതായത് സ്കിന്നിൽ പുതിയ സെൽസ് വരാൻ എസൻസ് സഹായിക്കും. പിന്നെ അങ്ങനെ പുതിയ സെൽസ് വന്നാൽ എന്താവും? സ്കിന്നിൻ്റെ ആരോഗ്യം വർദ്ധിക്കും. അപ്പോൾ അടുത്തൊരു ഗുണമാണ് സ്കിന്നിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും എസൻസ് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എസൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ നന്നായി വർദ്ധിപ്പിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് നമ്മളുടെ സ്കിന്നിലുള്ള pH എല്ലാവർക്കും അറിയാം. 5.5 ആണ് സ്കിന്നിൻ്റെ pH. അത് റീബാലൻസ് ചെയ്യാൻ, അതായത് ആ ഒരു 5.5 കുറഞ്ഞാലും കൂടിയാലും സ്കിന്നിന് പ്രോബ്ലംസ് ഉണ്ട്, ഓരോ കാര്യങ്ങൾ വരും. അപ്പോൾ അത് വേറൊരു സബ്ജക്റ്റാണ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയില്ല. pH എല്ലാവർക്കും അറിയാം, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. pH റീബാലൻസ് ചെയ്യാൻ എസൻസ് സഹായിക്കും. അടുത്തുള്ളൊരു ഗുണമാണ്, അതായത് സ്കിന്നിൻ്റെ പുറത്തുള്ള ഈ ലെയറിനെ എപ്പിഡെർമിസ് എന്ന് പറയും. ഇത് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും എസൻസ് സഹായിക്കും. ഇനി അടുത്തത് ഒരു എസൻസും ഒരു ടോണറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഇതങ്ങനെ കുറേ കാര്യങ്ങൾ, സ്കിൻ കെയറിന് ഒരുപാട് പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ കാര്യം, ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ കാര്യം, അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ എല്ലാവരുടെ മനസ്സിലും വരും. അപ്പോൾ ഒരു എസൻസും ടോണറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ആണ് അടുത്തത് പറയാൻ പോണത്. അതായത് ഇപ്പം നിങ്ങളൊരു എസൻസ് വാങ്ങിയെന്ന് വിചാരിച്ചോ,
അത് കണ്ട ഒരു ടോണറിനെ പോലെ ഉണ്ടാവും, കാണാൻ രണ്ടും ഒരുപോലെ ഉണ്ടാവും. അത് നമ്മൾ വിചാരിക്കും ഇതെന്താ ഇതിനിപ്പോൾ പ്രത്യേകത എന്താ, ഇതൊരു ടോണറിനെ പോലെ തന്നെയാണ് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഒരു എസെൻസും ഒരു ടോണറും കാണാൻ ഒരുപോലെ ആണെങ്കിലും, ഏകദേശം ഒരുപോലെ ആണെങ്കിലും, ഇത് രണ്ടും രണ്ട് റോളാണ് വഹിക്കുന്നത്. സ്കിൻ കെയറിൽ രണ്ടിനും രണ്ട് ഡ്യൂട്ടിയാണ് ഉള്ളത്. അതിപ്പോൾ എന്താ പറയുക, ഒരു സിനിമയിൽ ഇരട്ട കുട്ടികൾ അഭിനയിക്കുന്ന പോലെ കാണാൻ ഒരുപോലെ ഉണ്ടാവും, പക്ഷേ രണ്ടാളുടെയും രണ്ട് സ്വഭാവം. പല സിനിമകളിലും അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ എസെൻസിൻ്റെ കാര്യം, ടോണറിൻ്റെ കാര്യം. ടോണർ എന്ന് പറഞ്ഞാൽ അത് ആൽക്കഹോൾ ബേസാണ്. ടോണർ ഉള്ളത് ആൽക്കഹോൾ ബേസ് ആയിരിക്കും. ടോണറിൻ്റെ ഉപയോഗം സ്കിന്നിലുള്ള പോഴ്സുകളൊക്കെ, സുഷിരങ്ങളൊക്കെ അടക്കേണ്ട ഒരു കാര്യമാണ് മെയിനായിട്ട് ടോണർ ചെയ്യുന്നത്. അതിലൂടെ pH ബാലൻസ് ചെയ്യാനും ടോണറിന് പറ്റും. പക്ഷെ ഒരു എസെൻസിൻ്റെ ഡ്യൂട്ടി അതല്ല. നേരത്തെ പറഞ്ഞില്ലേ, എസെൻസിൻ്റെ ഡ്യൂട്ടി എന്താ, നമ്മൾ കൊടുക്കുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസ്, മറ്റുള്ള ഉൽപ്പന്നങ്ങളെ സ്കിന്ന് ശരിയായ രീതിയിൽ വലിച്ചെടുക്കാൻ സഹായിക്കുന്നതിലുണ്ട്. സ്കിന്നിൻ്റെ ടെക്സ്ചർ, സ്കിന്നിൻ്റെ ആരോഗ്യം ഒക്കെ വർദ്ധിപ്പിക്കും. അപ്പോൾ ടോണറിൻ്റെ ഡ്യൂട്ടി പറയുന്നത് ഒരു പോഴ്സൊക്കെ ക്ലോസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് സ്കിൻ റിപ്പയർ ചെയ്യില്ല, സ്കിന്നിൽ കൊടുക്കുന്ന മറ്റുള്ള പദാർത്ഥങ്ങൾ ആഗിരണം ചെയ്യില്ല, ഇതൊന്നും ടോണർ ചെയ്യില്ല. പക്ഷെ പിന്നെ ടോണർ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ചില സ്കിന്നിനൊന്നും ഉപയോഗിക്കാൻ, സെൻസിറ്റീവ് സ്കിന്നിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ ടോണർ ഉപയോഗിക്കാറില്ല, സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല. അങ്ങനെ ചില സ്കിന്നുകൾക്ക് ടോണർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ടോണറിൻ്റെയും എസെൻസിൻ്റെയും വ്യത്യാസം മനസ്സിലായില്ലേ? രണ്ടിലും രണ്ട് ഡ്യൂട്ടിയാണ്. ടോണർ ഉള്ളത് ഒരു ആൽക്കഹോൾ ബേസാണ്, പക്ഷേ എസെൻസ് ഉള്ളത് വാട്ടർ ബേസാണ്. മനസ്സിലായില്ലേ ഡിഫറൻസ്? അപ്പോൾ ഇതാണ്. പിന്നെ ടോണർ ഓയിലി സ്കിന്നുകാർക്ക് ടോണർ നല്ലതാണ്. അതായത് പോഴ്സൊക്കെ ക്ലോസ് ചെയ്ത് പുറത്ത് വരുന്ന ഓയിലിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ടോണർ നല്ലതാട്ടോ. ഇനി എസെൻസും സെറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് എസെൻസിലും സെറത്തിലും രണ്ടിലും ധാരാളം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ രണ്ടിനും നേരത്തെ പറഞ്ഞ പോലെ രണ്ട് റോളാണ്. സ്കിൻ കെയറിൽ രണ്ടിനും രണ്ട് റോളാണുള്ളത്. സെറം എസെൻസിനേക്കാൾ, അതായത് സെറത്തിൻ്റെ ടെക്സ്ചർ കുറച്ചും കൂടി കട്ടി കൂടിയതും കുറച്ചിങ്ങനെ ഒട്ടി ഇങ്ങനെ പശ പോലെ, അതായത് ഇത്തിരി തിക്കുള്ള ഒരു ലിക്വിഡ് ഫോമിലാണ് സെറം ഉള്ളത്. അതുപോലെ സെറം ഒരിക്കലും ഹൈഡ്രേറ്റ്, അതായത് ജലാംശം നിലനിർത്താനോ അല്ലെങ്കിൽ ബാക്കിയുള്ള എസെൻസ് ചെയ്യുന്ന ബാക്കിയുള്ള ഡ്യൂട്ടീസ് ഒന്നല്ല സെറം ചെയ്യുന്നത്. സെറം ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ ഡിസ്കളറേഷനൊക്കെ ഉള്ളവർക്ക് അത് പോകാനും, അതുപോലെ ഏജിങ് സൈൻ എന്ന് പറഞ്ഞാൽ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളായ വരകളും ചുളിവുകളും ഒക്കെ മായ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, സെറം. അത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് സെറം ഉപയോഗിക്കുന്നതും സെറം പ്രവർത്തിക്കുന്നതും. ഈ സെറം ഡീപ്പർ ലെയറിൽ ഇറങ്ങിയിട്ടാണ്, ഇതിലേക്ക് നമ്മൾ ഒരു സെറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീപ്പായിട്ട് സ്കിന്നിൻ്റെ ഡീപ്പർ ലെയറിൽ പോയിട്ട് ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ഈ നേരത്തെ പറഞ്ഞ ഡിസ്കളറേഷനോ അല്ലെങ്കിൽ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളിലൊക്കെ കുറച്ച് കൊണ്ടുവരുന്നത്. അതാണ് സെറത്തിൻ്റെ ഡ്യൂട്ടി. കൺഫ്യൂഷൻസ് ഇല്ലയെന്ന് വിചാരിക്കുന്ന, സെറം പറയുന്നത് കുറച്ച് കട്ടിയുള്ള തിക്കുള്ള ഒരു ലിക്വിഡാണ്. അത് സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ, നമുക്ക് പുറമേ കാണുന്ന പ്രശ്നങ്ങൾ, ഡിസ്കളറേഷൻ, അവിടെയും ഇവിടെയുള്ള കറുപ്പ് കളറുകൾ അത് പോവാൻ, അതുപോലെ ഈ വരകൾ ചുളിവുകളൊക്കെ പോവാൻ സ്കിന്നിൻ്റെ ഡീപ്പർ ലെയറിൽ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് സെറം. അതിലും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, എസെൻസിലും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എസെൻസിൻ്റെ പ്രവർത്തനം പിന്നെയും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ സ്കിന്ന് ശരിയായ രീതിയിൽ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു മാധ്യമം ആയിട്ടാണ് എസെൻസ് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതായത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് പറയുന്നതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ഇടുകയാണെങ്കിലാണ് എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ട്, അതോ വെറുതെ ഞാനിങ്ങനെ വായിട്ട് അലക്കണതാണോ എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം.
അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറയാം. അതായത് ആദ്യം നന്നായി ക്ലെൻസ് ചെയ്യുക. നിങ്ങൾ എന്ത് ഫേസ് വാഷാണോ ക്ലെൻസറാണോ അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും കടലമാവ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണോ നിങ്ങൾ ഫേസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് നന്നായി ഫേസ് ക്ലീൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ടോണർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ടോണർ ഉപയോഗിക്കുക. ഞാൻ ടോണർ ഉപയോഗിക്കാറില്ല, പിന്നെയും പറയുന്നത് ടോണർ ഉപയോഗിക്കാറില്ല. ടോണർ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാരണം pH ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ടോണറിന് പകരം മുഖമൊക്കെ കഴുകിയിട്ട് നല്ല ഐസ് വെള്ളം വെച്ച് നന്നായി സ്പ്രേ ചെയ്യും. അതായത് pH ബാലൻസ് ചെയ്യാനാണ് ടോണർ ഉപയോഗിക്കുക. pH പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, H2O എന്താ വെള്ളം. അപ്പോൾ ഈ വെള്ളം വെച്ച് നന്നായി തണുത്ത വെള്ളം വെച്ച് സ്പ്രേ ചെയ്താലും നമ്മുടെ പോസൊക്കെ ക്ലോസ് ആവും. അതുപോലെ ഒരു ഇറിറ്റേഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വേറെ കാര്യം. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, എനിക്കുള്ള അറിവ് ഞാൻ നിങ്ങളിലും കൂടി എത്തിക്കുകയാണ് എൻ്റെ മെയിനായിട്ടുള്ള മോട്ടീവ്. അപ്പോൾ ക്ലെൻസ് ചെയ്തിട്ട് ടോണർ ഉപയോഗിക്കുന്ന ആൾക്കാർ ടോണർ ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ നല്ല തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ എസൻസ് ഉപയോഗിക്കുക. എസൻസ് എങ്ങനെ ഉപയോഗിക്കുക? ഒന്ന് സ്പ്രേ ആണെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നന്നായി ഇങ്ങനെ ടാപ്പ് ചെയ്ത് സ്കിന്നിന് പതുക്കെ സ്കിന്നിലേക്ക് അത് ഇറങ്ങാനുള്ള സമയം കൊടുക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് അത് സ്കിന്ന് ഫുള്ളായി വലിച്ചെടുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾ കയ്യിലെടുത്തിട്ടാണെങ്കിലും കയ്യിൽ നന്നായി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കയ്യിൽ നന്നായി ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ട് നന്നായി സ്കിന്നിലേക്ക് നന്നായി ഇറങ്ങത്തക്ക രീതിയിൽ പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സെറം എന്താണോ സെറം ഉപയോഗിക്കുന്നെങ്കിൽ സെറം ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. അപ്പോൾ സെറം നിങ്ങളൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഡീപ്പർ ലെയറിലേക്ക് ഇറങ്ങിപ്പോകാൻ നമ്മൾ ഉപയോഗിച്ച എസൻസ് സഹായിക്കും. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇടുക. അപ്പോൾ ആ സ്കിന്നെ ലോക്കാവും. അതായത് നിങ്ങൾ കൊടുത്ത എന്തിനാണോ നമ്മൾ ആ സ്കിൻ കെയർ എടുത്തിട്ടുള്ളത് അത് അതിൻ്റെ 100% ഉറപ്പിൽ സ്കിന്ന് ബാക്കിയുള്ള പണികൾ ചെയ്തോളും. കാരണം സ്കിന്നിന് സഹായിക്കാനൊരു സഹായിയുണ്ട് ഏറ്റവും താഴെ. അതിന് പുറമെ നമ്മൾ സ്കിൻ കെയറിനുള്ള പ്രൊഡക്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വ്യക്തമായി പറയുന്നത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എസൻസ് എന്താണെന്ന് പറഞ്ഞ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ് അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് എനിക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങളിലേക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ എസൻസ് ലോറിയലിലെ ഒരു കമ്പനി എസൻസ് ഇറക്കിയിട്ടുണ്ട് തോന്നുന്നു. കാമ ആയുർവേദ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യാം. എന്നിട്ട് പറ്റുമെങ്കിൽ വാങ്ങിക്കുക. അതല്ലെങ്കിൽ നമുക്ക് DIY ആയിട്ട് ഒരു എസൻസ് ഉണ്ടാക്കാനുള്ള പണിപ്പുരയിലാണ് ഞാൻ. വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ അത് ഉണ്ടാക്കി അത് ഞാൻ ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് എങ്ങനെയിരിക്കും അതിനനുസരിച്ച് പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ അതിനെക്കുറിച്ച് ഇടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇതുപോലെ നിങ്ങളുടെ പ്രോത്സാഹനം ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാം. ബൈ.